ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലെ മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ അടുത്ത് വൈറലായിട്ടുണ്ടായിരുന്ന ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ്. എഗ് എമാദാക്ഷി എന്നാണ് ഇതിൻ്റെ പേര്. കിഡിലൻ ടേസ്റ്റാണ്. എന്തുകൊണ്ട് ഇത് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്ന് തോന്നിപ്പോയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടറിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഭൂട്ടാൻകാരുടെ ഒരു ഡിഷാണ്. അവരിത് ബട്ടറിലാണ് ചെയ്തെടുക്കുക. ബട്ടറിൽ ചെയ്തെടുക്കുമ്പോഴേ തന്നെയാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 5-6 വലിയ അല്ലി വെളുത്തുള്ളി നല്ലോണം ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ചതയ്ക്കുന്നതിന് പകരം നല്ലോണം കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടുക ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ചതച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ഉള്ളിയുടെ കളറൊന്നും ചേഞ്ച് ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഈ ബട്ടറിലിട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നീളനെ സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുന്ന സമയത്താണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇത് കളർ ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇതിലേക്ക് എരിവിനായിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം സ്പൈസി ആയിട്ട് എടുക്കുമ്പോഴാണ് ഈ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. വലിയവർക്കുള്ളതാണെങ്കിൽ അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ ഒരു 1/4 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് സ്ലൈസ്ഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3, 4, 5 നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ. എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ചീസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ വെള്ളത്തിനോട് കൂടെ ഈ ചീസും കൂടി അങ്ങ് നല്ലോണം മെൽറ്റായിട്ട് ചേരും. എന്നിട്ട് നല്ല ക്രീമി പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് സ്ലൈസ്ഡ് ചീസ് ചേർത്തിട്ടുണ്ട്. അതിൽ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. അപ്പോൾ വല്ലാതെ തിക്കാവാൻ നിൽക്കണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെയാണ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ചേർത്ത് കൊടുത്താൽ എപ്പോഴും ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ബട്ടർ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്ക് എത്രത്തോളം മുട്ട വേണം നോക്കിയിട്ട് അത്രയും വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള മുട്ട എടുക്കുക. അതിനനുസരിച്ച് ഗ്രേവിയുടെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി കൊടുക്കണം. ഇനി ആ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ തൂളിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കാരണം നമ്മുടെ ഗ്രേവിയിൽ ഉപ്പുള്ളതാണ്. അതിനെക്കൊണ്ട് മുട്ടയുടെ മുകളിൽ ഒരുപാട് ഉപ്പാക്കി കൊടുക്കരുത് കേട്ടോ. ഇനി മുട്ടയുടെ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഒരുപാട് വെന്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഈ ഗ്രേവിയിൽ കിടന്നിട്ട് 1 മിനിറ്റും കൂടി ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വേവായിട്ട് കിട്ടും. എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേവിച്ചിട്ടുള്ളത്. നല്ലപോലെ വേവിക്കണം എന്നുള്ളവർ കുറച്ചധികം സമയം വെക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മുളക് പൊടിയും കൂടി ഒന്നങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി 1 മിനിറ്റ് കൂടി അതൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുകയാണ്.
ചിലർക്കൊക്കെ മുട്ട ഒരുപാട് നല്ലോണം വേവിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ അങ്ങനെ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം വേവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് യമാദാക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഡിലൻ ടേസ്റ്റാണ്. ഇതുവരെയും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ മക്കൾസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിപ്പോൾ നല്ല ആവി കയറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് സ്പൈസി ആയിട്ട് കുറച്ച് എരിവ് കൂട്ടിയെടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കേട്ടോ കഴിക്കാനായിട്ട്. പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി എനിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യമദാക്ഷിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. Bye.